ISLൽ നീണ്ട 11 വർഷമായി പങ്കെടുക്കുന്ന ഒരു കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം ISLൽ ഒരുപാട് ടീമുകളുണ്ട്. ആ ഒരുപാട് ടീമുകളും നേട്ടങ്ങൾ ഒരുപാട് കൊയ്ത ഒരുപാട് ടീമുകൾ ISLലുണ്ട്. അതായത് ട്രോഫികൾ നേടിയെടുത്തിട്ടുള്ള ടീമുകളുണ്ട്. പല പല ട്രോഫികൾ ഇൻക്ലൂഡിങ് സൂപ്പർ കപ്പ് ആവട്ടെ, ഡുറൻ കപ്പ് ആവട്ടെ, അതോടൊപ്പം തന്നെ ISL ട്രോഫി ആവട്ടെ, ISL ഷീൽഡ് ആവട്ടെ, ഇങ്ങനെ ഒരുപാട് ട്രോഫികൾ നേടിയെടുത്ത ടീമുണ്ട്. എന്നാൽ പോലും ഇതിൽ ഒന്നും ഒരു ട്രോഫി പോലും നേടിയെടുക്കാത്ത ഒരു ടീം ഉണ്ട് എങ്കിൽ അത് ISLൽ ഉണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് നീണ്ട 11 വർഷമായി ISLൽ പങ്കെടുത്തപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് പരിശീലകരെ മാറ്റി മാനേജ്മെൻറ്റ് പരീക്ഷിച്ച് നോക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ISLൻ്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഡേവിഡ് ജെയിംസ് എന്ന ഗോൾ കീപ്പർ, അതായത് പരിശീലകൻ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു പരിശീലകനായിരുന്നു ഡേവിഡ് ജെയിംസ്. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ സീസണിൽ ഫൈനൽ വരെ എത്തിയത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായ മോശം സീസണിന് ശേഷം മൂന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സ്റ്റീവ് കോപ്പൽ എന്ന് പറയുന്ന പരിശീലകൻ്റെ കീഴിൽ ഫൈനലിൽ എത്തുകയുണ്ടായി. എന്നിട്ടും ഈ 2 തവണയും ബ്ലാസ്റ്റേഴ്സിന് കപ്പുകൾ നേടുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നീണ്ട ബ്രേക്കിന് ശേഷമാണ് സെർബിയൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഫൈനൽ വരെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സീസണിലെ കപ്പും ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെടുകയുണ്ടായിട്ടുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ സക്സസ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ട്രോഫികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച ടീം, അതായത് ബ്ലാസ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്തെടുത്ത ഒരു മികച്ച ടീം ബിൽഡ് ചെയ്തെടുത്ത പരിശീലകന്മാരുടെ പേര് നോക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 3 പേരാണ് ഡേവിഡ് ജെയിംസ് ആൻഡ് സ്റ്റീവ് കോപ്പൽ ആൻഡ് ഇവാൻ വുക്കോമനോവിച്ച്. ഈ 3 പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ മികച്ച പരിശീലകരുടെ പേരിൽ നിർത്താനായിട്ട് സാധിക്കുന്ന 3 പേരെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഒരുപാട് പരിശീലകർ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഇവരുടെ ആ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട ഒരുപാട് പരിശീലകന്മാരും ഉണ്ട്. ഓക്കെ, സോ ഇവരെ 3 പേരെയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLൻ്റെ ഫസ്റ്റ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് ജെയിംസിൻ്റെ കീഴിൽ ഫൈനൽ വരെ എത്തിയപ്പോൾ ഇദ്ദേഹത്തെ നിലനിർത്തുവാനായിട്ട് ടീം മാനേജ്മെൻറ്റ് ശ്രമിച്ചില്ല. പകരം പുതിയൊരു ടീമിനെ ബിൽഡ് ചെയ്ത് പുതിയൊരു പരിശീലകനെ കൊണ്ടുവന്ന് പുതിയ മാറ്റങ്ങൾ നടത്തുവാനായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടം. പക്ഷേ അതവിടെ പാളിപ്പോയെന്ന് മാത്രമല്ല, അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ സ്റ്റീവ് കോപ്പൽ എന്ന് പറയുന്ന പരിശീലകനെ ടീമിലേക്ക് എത്തിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഒരു മാനേജ്മെൻറ്റിന് അവിടെ ഒരു സക്സസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു പരിശീലകൻ ഫൈനൽ വരെ എത്തിക്കുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ലൊരു ടീം, അതായത് ആദ്യത്തെ 3 സീസണുകളിലെ ഏറ്റവും മികച്ച സീസൺ അതാണെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനെയാണ് അന്ന് സ്റ്റീവ് കോപ്പൽ എന്ന് പറയുന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷമെല്ലാം പിന്നീട് അങ്ങോട്ടൊരു നീണ്ട ഗ്യാപ്പ് ശേഷം ഏകദേശം 4 സീസണോളം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കണ്ടിട്ടില്ല. 4, 5, 6, 7 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സെർബിയയിൽ നിന്ന് ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഫൈനൽ വരെ എത്തുവാനായിട്ട് സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച 2 സീസണുകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3-ാം സീസണും അതോടൊപ്പം തന്നെ മുമ്പ് ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കീഴിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന 8-ാം സീസണുമാണ്. ഈ 2 സീസണാണ് ഏറ്റവും മികച്ച സീസണുകളിൽ മുൻപന്തി നിൽക്കുന്നത്. അതിനുശേഷം ആണ് 1-ാം സീസണിൽ നിൽക്കുന്നത്. ഈ 3 സീസണുകളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ മികച്ച സീസണാണ് നിൽക്കുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ടീമിനെ ഈ 3 പരിശീലകർ ആരാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും മികച്ച പരിശീലകൻ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ സാധിക്കുമോ എന്ന കാര്യം വളരെയധികം സംശയമാണ്. കാരണം ഇവർ 3 പേരും തുല്യശക്തികൾ പോലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോട് കൂടി, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ സർവ്വകാല റെക്കോർഡുകളും കയ്യിലുള്ളത് ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകൻ്റെ പേരിലാണ്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച പരിശീലകനായിട്ട് ഇവാൻ വുക്കോമനോവിച്ചിനെ പറയാമെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി മേടിച്ച് നൽകുവാനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിൽ അടിസ്ഥാനത്തിൽ 1 വർഷത്തെ മാത്രം കോൺട്രാക്റ്റിൽ, അതായത് കഴിഞ്ഞ വർഷം മികാൽ സഗരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് 2 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു. എന്നാൽ നിലവിൽ ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരീക്ഷണ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് 1 വർഷത്തെ കരാറിലാണ്. സോ ഇദ്ദേഹം ഇനി എങ്ങനെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ തുടരുക, അതായത് ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച പരിശീലകൻ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ 3 പേരുമാണ് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ
3 പേരും ബ്ലാസ്റ്റേഴ്സിന് ഒരേ ഫോർമാറ്റ്, അതായത് ഒരേ രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തെങ്കിൽ പോലും മാനേജ്മെൻറ്റ് ആ ഒരു ടീമിനെ നിലനിർത്തി കൊടുക്കുവാനായിട്ട് ഇവർക്ക്, അതായത് ഈ 3 പരിശീലകർക്കും അതേ ഒരു ടീമിനെ നിലനിർത്തി ആ ഒരു പരിശീലകനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന് 8ാം സീസണിൽ ഫൈനൽ എത്തിച്ച ആ ഒരു ടീമിനെ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കീഴിൽ 9ാം സീസണിലും കൊടുക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കേണ്ട സീസൺ ആവേണ്ടതായിരുന്നു. അതുമാത്രമല്ല 10ാം സീസണിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, അത് പരിക്കുകളുടെ സീസൺ മാത്രമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് 1ാം സ്ഥാനത്ത് നിന്ന ഒരു ടീം അവസാനം, അതായത് എങ്ങനെയൊക്കെയോ പ്ലേ ഓഫിൽ 10ാം സീസണിൽ കയറിയെന്ന് പറഞ്ഞാൽ മതി. സോ എന്തൊക്കെ വന്നാലും ഈ 3 പരിശീലകരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പരിശീലകർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ട്രോഫി മേടിച്ച് തന്ന ആ ഒരു കണക്കിൽ അല്ല നമ്മൾ പറയുന്നത്. ഇവരുടെ ബ്ലാസ്റ്റേഴ്സ് ഇവരുടെ കീഴിൽ കാഴ്ചവെച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ടീം ഇവരുടെ കീഴിൽ ഈ 3 പരിശീലകരുടെ കീഴിലും കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.